എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ സാധാരണ രീതിയിലല്ലേ, അതായത് മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ചേർത്തല്ലേ വറുക്കുന്നത്. ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് ഈ ചാള വറുത്തെടുക്കാം എന്നുള്ളതൊന്ന് നോക്കാം. ഇതേ ഞാൻ കണ്ടോ, നല്ല വലിപ്പമുള്ള ചാളയാണ് കേട്ടോ. അപ്പം അത് ഏകദേശം ഒരു 9 ചാളയുണ്ട്. അപ്പം ഇതിന് നമുക്ക് കുറച്ചൊരു ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് അരച്ചെടുക്കണം. അപ്പം അതിനായിട്ട് ഞാൻ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 5 കഷ്ണം വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു 10 കുഞ്ഞുള്ളി, ഒരു 2-3 ഇല പുതിന ഇല, ഒരു 2-3 തണ്ട് മല്ലി ഇലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഇത്രയും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇത്രയും ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് പൊടികളും കൂടെ വേണമല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായ പൊടികളെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ നമ്മുടെ എരിയില്ലാത്ത കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല, പക്ഷേ ഈ മീൻ വറുക്കുന്നതിന് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് ഉപയോഗിക്കേണ്ട കേട്ടോ. 1 സ്പൂൺ അധികം പുളിയില്ലാത്ത മീഡിയം പുളിയുള്ള തൈരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് ഇത്രയും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിയിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് മീനൊക്കെ പറക്കി ഇതിലേക്ക് ഇടാം. നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ റവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഈ മീനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പുരട്ടി എടുത്തിട്ട് 10 മിനിറ്റ് പുറത്ത് തന്നെ ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് വരുമല്ലോ. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റോളം വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ പുറത്ത് തന്നെ വെക്കുന്നത്. അങ്ങനെ നമ്മുടെ മീൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി പാൻ ചൂടാക്കിയിട്ട് നമുക്കിത് ഫ്രൈ ആക്കാം. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കേ. അപ്പൊ ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മീനെല്ലാം പറക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ആ കറിവേപ്പിലയുടെയും കൂടെ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്കിതൊന്ന് മറിച്ച് നോക്കാം കേട്ടോ, മൂത്തോന്നേ. അപ്പൊ നല്ല ഇതിൽ ഒരു വശം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് എല്ലാം നമുക്ക് ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളിത് ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇത് ഓരോരുത്തർക്കും ചിലപ്പം ഓരോ ടേസ്റ്റ് ആയിരിക്കും. ചിലർക്ക് കുറച്ച് മൊരിഞ്ഞാൽ മതി, ചിലർക്ക് ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ അവരവരുടെ ഇഷ്ടം എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് മൂപ്പിച്ചെടുക്കാം. ഇവിടെ എനിക്ക് ഇച്ചിരി നന്നായിട്ട് മൂത്ത മീനാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ ചാള ആവശ്യത്തിന് മൂത്ത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചാളക്കൊക്കെ 30 രൂപ 20 രൂപയൊക്കെ കിട്ടുമായിരുന്നു, ചന്തയിലൊക്കെ പോയി മേടിക്കുമ്പോഴായാലും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചാളയ്ക്ക് നല്ല വിലയാണെങ്കിലും നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതല്ലേ. അപ്പോൾ ഇത് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആണ്. അപ്പം പുതിയ പുതിയ വെറൈറ്റി റെസിപ്പികളൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഈ മീൻ കഴിക്കുന്നതിന് മുമ്പ് ഒരു മുറി നാരങ്ങയും കൂടെ ഇതിന്റെ പുറത്തൊന്ന് തൂവിയിട്ട് കഴിക്കണം. അപ്പോൾ പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.